അച്ഛന് പേടി. തുടങ്ങാം. ശരി. ആണോ? ഹരേ കൃഷ്ണ. നമുക്ക് തുടങ്ങാമല്ലോ. തുടങ്ങണം. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരു ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ ഹരി ഓം തത്സത്. ശ്രീമദ് ഭഗവത്ഗീത की श्रील प्रभुपाद की श्रील गुरुदेव की निताय गौर सिमरन. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. എല്ലാവർക്കും ആരൊക്കെയുണ്ട്? എത്ര പേരുണ്ട്? 7 പേരേ വന്നിട്ടുള്ളൂ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ പ്രഭു? ശ്രദ്ധിക്കുന്നുണ്ടോ? കേൾക്കാമല്ലോ. കേൾക്കാമല്ലോ. നമ്മൾ ഭഗവത്ഗീതയുടെ 1-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്തെത്തിയിരിക്കുകയാണ് അല്ലെ? ഭഗവത്ഗീത അധ്യായം 1 ശ്ലോകം 39 കൊണ്ട് നമുക്ക് തുടങ്ങാം. ഏറ്റു പറഞ്ഞോളൂ. കുലക്ഷയേ പ്രണശ്യന്തി കുലധർമാ സനാതന ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണ അധർമ്മോ അഭിഭവത്യുത. അധർമാഭിഭവാത് കൃഷ്ണ പ്രദൂഷ്യന്തി കുലസ്ത്രിയഃ സ്ത്രീഷു ദുഷ്ടാഷു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കര. 39-ാമത്തെ ശ്ലോകത്തിന്റെ വിവർത്തനം. വംശം നശിക്കുന്നതോടുകൂടി ഏറെക്കാലമായി പുലർത്തിപ്പോകുന്ന കുലധർമ്മങ്ങൾ നശിക്കുന്നു. അങ്ങനെ ധർമ്മം നശിക്കുമ്പോൾ വംശത്തിൽ ശേഷിക്കുന്നവർ അധാർമിക കൃത്യത്തിൽ ഏർപ്പെടുന്നു. 40-ാമത്തത്. അല്ലയോ കൃഷ്ണ, കുലത്തിൽ അധർമ്മം മുന്നിട്ട് നിന്നാൽ സ്ത്രീകൾ ദുഷിച്ചു പോകും. അല്ലയോ കൃഷ്ണകുലത്തിൽ പിറന്നവനെ, സ്ത്രീത്വം ദുഷിച്ചാൽ ആർക്കും വേണ്ടാത്ത കുട്ടികൾ ജനിക്കും. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമ്മുടെ ഭഗവത്ഗീതയിൽ ഇതുവരെ പറഞ്ഞത് ആ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ചുരുക്കി ഒരു 2-3 സെന്റൻസിൽ ഞാൻ പറഞ്ഞിട്ട് നമുക്കിത് തുടങ്ങാം. അപ്പോ നമ്മൾ അന്ന് പറഞ്ഞതുപോലെ യുദ്ധത്തിന് മുന്നിട്ട് നിൽക്കുകയാണ്. യുദ്ധം ഒരു സൈഡിൽ പാണ്ഡവരും കൗരവരും നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ദുര്യോധനൻ ആചാര്യന്റെ അടുത്ത് വന്നിട്ട് തന്റെ ആർമിയെയും പാണ്ഡവരുടെ പക്ഷത്തിലുള്ളവരുടെയും കുറിച്ചൊരു താരതമ്യം പറഞ്ഞു കൊടുത്തു. ഈ സമയത്ത് മഹാനായ ഭീഷ്മ പിതാമകൻ ശംഖനാദം മുഴക്കി. അതിനോടൊപ്പം തന്നെ ഭഗവാൻ കൃഷ്ണനും ബാക്കി പാണ്ഡവരും എല്ലാവരും അവരവരുടെ ശംഖങ്ങൾ ഇങ്ങനെ മുഴക്കി. അപ്പോ അർജുനൻ ആവനാഴിയിൽ നിന്ന് ശരമെടുത്ത് ശരമെടുത്ത് ഇങ്ങനെ ഞാണിൽ തൊടുത്ത് ഇങ്ങനെ തുടങ്ങുകയാണ്. യുദ്ധം തുടങ്ങുന്ന സമയത്ത് അർജുനന് തോന്നി, കൃഷ്ണ സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയിതുമേ അർജുന. അർജുനൻ പറഞ്ഞു, എന്റെ ഈ രഥത്തിനെ 2 സേനയുടെയും മധ്യത്തിൽ അങ്ങോട്ട് നിർത്തും. ആരാണ് എനിക്കെതിരെ യുദ്ധം ചെയ്യാൻ ഉത്സുകരായി വന്നു നിൽക്കുന്നവരെ ഞാൻ ഒന്ന് കണ്ടോട്ടെ എന്ന് ആ സമയത്ത് യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുന്നെയാണ് അർജുനന്റെ മനസ്സിൽ ഈ ഒരു ബുദ്ധി തോന്നിയത്. ഭഗവാൻ ഒന്നും മിണ്ടാതെ നേരെ കൊണ്ടുവന്ന് രഥത്തിന് ആ യുദ്ധമുന്നണിയിൽ നടുക്ക് പാണ്ഡവരുടെയും പക്ഷത്തിന്റെ മധ്യത്തിൽ നിന്ന്
അപ്പോ അവിടെ അർജുനൻ തന്റെ ബന്ധുജനങ്ങളെ, അതായത് ഭഗവത്ഗീതയിൽ പറയുന്നു 10 തരത്തിലുള്ള ബന്ധുജനങ്ങളെ കണ്ടു. പിതൃൻ, പിതൃപ്യാൻ, മാതുലാൻ, സഖാൻ, ഇങ്ങനെ പറഞ്ഞിട്ട് പിതൃക്കള്, ഗുരുജനങ്ങള്, മാതുലന്മാര്, സുഹൃത്തുക്കള്, ബന്ധുക്കള്, ഇങ്ങനെ പറഞ്ഞ് 10 തരത്തിലുള്ള ബന്ധങ്ങൾ പറയുന്നുണ്ട്. ഇവരെ എല്ലാവരെയും കണ്ടതും അർജുനന് വളരെ വിഷമം തോന്നി. ഇത്രയും പേരെ ഞാന് ആരുടെ കൈ പിടിച്ചാണോ നടക്കാൻ തുടങ്ങിയത് അവരാ എന്റെ മറുപക്ഷത്ത് നിൽക്കുന്നത്. ആരാണോ എനിക്ക് ആഹാരം തന്നത്, ഊട്ടിത്തന്നത്, ആരാണോ എന്നെ ഉറക്കിയത്, എന്നെ ഉണർത്തിയത്, എന്നെ കൈപിടിച്ച് നടത്തിയത്, ആയുധം എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞു തന്നത്, അതായത് എനിക്ക് അച്ഛൻ മരിച്ചുപോയി തുടക്കത്തിലെ, എന്നെ വളർത്തിയത് ഇവരൊക്കെയാണ്. എനിക്ക് അവരോട് വലിയ കടപ്പാടാണ്. ആ പിതാമഹന്മാര് അവരാണ് എനിക്കെതിരെ, ഞാൻ അവരോട് വേണം യുദ്ധം ചെയ്യാൻ. ഇത് മനസ്സിൽ ചിന്തിച്ചിട്ട് അർജുനൻ പറയുന്നു, കൃഷ്ണ, ഞാൻ യുദ്ധം ചെയ്യുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് മനസ്സിലായല്ലോ. അപ്പൊ അതിന് അർജുനൻ 4 കാരണങ്ങൾ പറയുന്നു. 1, ദയ, തന്റെ ബന്ധുജനങ്ങളോടുള്ള ദയ. 2 പറയുന്നത് അതായത് എനിക്ക് സന്തോഷിക്കാൻ കഴിയില്ല. കാരണം യുദ്ധം ഞാൻ ജയിച്ചു കഴിഞ്ഞാല്, അതായത് രാജ്യം മുഴുക്ക എനിക്ക് കിട്ടിക്കഴിഞ്ഞാലും എനിക്ക് പിന്നെ അതിൽ സന്തോഷിക്കാൻ കഴിയില്ല. കാരണം എന്താ? കാരണം ഞാൻ ആരോടാണോ സന്തോഷം പങ്കുവെക്കേണ്ട അവരൊക്കെ പോയി കഴിഞ്ഞു. മനസ്സിലായോ? ആരാടാണോ ഞാൻ സന്തോഷം പങ്കുവെക്കേണ്ടത്. ഇപ്പോ നമ്മളെ വീട്ടിൽ തന്നെ അറിയാം, കുട്ടികള് അവർക്ക് വീട്ടിൽ സ്കൂളിൽ പ്രോഗ്രസ് കാർഡ് കിട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടി, അല്ലെങ്കിൽ ഒരു പ്രൈസ് കിട്ടി, അവർ ഓടിക്കൊണ്ടുവന്ന് ആരോട് പറയും? അമ്മയോടും അച്ഛനോടും പറയും. അച്ഛനോട് പിന്നീടേ പറയുള്ളൂ, അമ്മയോട് പറയും. വെളിയിൽ ആരോടും പറയില്ല. കാര്യം എന്താ? അവന്റെ ഏറ്റവും സന്തോഷകരമായ കാര്യം തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളിനോടെ അവൻ പറയുള്ളൂ, അല്ലേ? തന്റെ ഹൃദയത്തിൽ ഏറ്റവും ആഴത്തിലുള്ളവരുടെ. ഇത് ഒരു പ്രോഗ്രസ് കാർഡോ അല്ലെങ്കിൽ ചെറിയൊരു ഗിഫ്റ്റോ ആയിരിക്കും. അപ്പോൾ രാജ്യം മുഴുക്ക കിട്ടിക്കഴിഞ്ഞാൽ എത്രമാത്രം സന്തോഷം ഉണ്ടാവും? അത് ഞാൻ ആരോട് പങ്കുവയ്ക്കും? ആരുടെയും പങ്കുവയ്ക്കാനില്ലെങ്കിലോ ആ സന്തോഷവും എനിക്ക് ദുഃഖമല്ലേ? ചുരുക്കം പറഞ്ഞാൽ, ഞാൻ യുദ്ധം ജയിച്ചാലും എനിക്ക് സന്തോഷിക്കാൻ പറ്റില്ല. ഇത് 2ാമത്തെ കാരണം. ഇതൊക്കെ നമ്മൾ പറഞ്ഞു പോയതാണ്. പിന്നെ 3ാമത്തെ കാരണം, കൊല്ലുന്നത് പാപം തന്നെ. അവർ പാപികൾ തന്നെയാണ്. അവർ അധർമ്മത്തിന്റെ സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് അവർ പാപം ചെയ്യുന്നു. പക്ഷെ ഞാനത് ചെയ്യാമോ? ഞാനും അതല്ലേ ചെയ്യുന്നത്. അത് മഹാപാപമാണ്. എന്റെ ഗുരുജനങ്ങളെ വധിക്കുന്നത് മഹാപാപമാണ്. ഇത് 3ഉം പറഞ്ഞിട്ട് 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വളരെ വളരെ വെയിറ്റ് ഉള്ള ഒരു പോയിന്റാണ് അർജുനൻ പറയുന്നത്. എന്താണ്? കുലക്ഷയം. ആ കുലക്ഷയത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ. ക്ലിയർ ആയല്ലോ? അപ്പോ അവിടെ 39ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഭഗവാൻ, കുലക്ഷയെ പ്രണശ്യന്തി കുലധർമ്മ സനാതന ധർമ്മേ നഷ്ടേ കുലം കൃഷ്ണ അധർമ്മോ അഭിഭക്ത. അതായത് കുലക്ഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ യുദ്ധം നടക്കുമ്പോൾ ഈ ഓരോ കുലത്തിലും ഓരോ ഫാമിലിയിലും വയസ്സിൽ മൂത്തവരുണ്ട്, അല്ലേ? അച്ഛനും അപ്പൂപ്പനും അങ്ങനെയുള്ളവരുണ്ട്. അവരാണ് ആ ഫാമിലിയെ, ആ കുടുംബത്തിനെ നേരായ രീതിയിൽ നയിച്ചു കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ യുദ്ധത്തിൽ നിൽക്കുന്നതെല്ലാവരും ആരാണ്? ഈ മുതിർന്നവരാണ്. അപ്പൊ അവര് തീർച്ചയായിട്ടും മരിക്കും. അപ്പൊ ഈ വീട്ടിലുള്ളവരുടെ സ്ഥിതി എന്താവും? അർജുനൻ ചിന്തിക്കുന്നതാണ്.
വീട്ടിൽ പിന്നെ ബാക്കി ആരാ ഉള്ളത്? കുട്ടികളും സ്ത്രീകളും മാത്രം, അല്ലേ? അപ്പം കുടുംബത്തിലെ കാരണവരും മുതിർന്നവരും പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഉണ്ടാവുന്നത് ഇവർ മാത്രമാണ്. അപ്പോ അങ്ങനെ ഉണ്ടാവുമ്പോൾ ഈ ഓരോ കുടുംബവും പലതരം ഫാമിലി ട്രഡീഷൻസ് അല്ല കുലധർമ്മം പാലിച്ചാ വരുന്നത്. ധാർമ്മികമായിട്ടാണ് ഈ അച്ഛനപ്പൂപ്പന്മാരൊക്കെ ധാർമ്മികമായിട്ട് പല കാര്യങ്ങളും ധാർമ്മികമായിട്ട് ചെയ്തുകൊണ്ട് വരികയാണ്. അവരുടെ കുലകർമ്മങ്ങൾ ഇങ്ങനെ പാലിച്ചുകൊണ്ടേ വരികയാണ്. രാവിലെ എണീക്കുക, നാമം ജപിക്കുക, അല്ലെങ്കിൽ പൂജകൾ ചെയ്യുക, വിഷ്ണു സഹസ്രനാമം ചൊല്ലുക, അല്ലേ? അത് കഴിഞ്ഞിട്ട് അവര് കുട്ടികളെയൊക്കെ നേരത്തെ ഉണരാൻ പറയും, അവര് ഉപദേശിക്കും. ഇങ്ങനെ ശാസ്ത്രം പഠിക്കുക, ഇതിങ്ങനെ തുടർന്നു കൊണ്ട് വരികയാണ്. അപ്പൊ അവര് പോയി കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഇത് ഫോളോ ചെയ്യുമോ? ഇല്ല. അങ്ങനെ വരുമ്പോ എന്താവും? കുലത്തിലെ ധർമ്മം നശിക്കും. അപ്പൊ അവര് മരിച്ചു കഴിഞ്ഞാൽ എന്താവും? കുലധർമ്മം നശിക്കും. കുലധർമ്മം നശിച്ചു കഴിഞ്ഞാല് എന്തുണ്ടാവും? പിന്നെ ഇവർ ചോദിക്കും, ഞാൻ എന്തിന് ആരോ എന്നോ തുടർന്നു വന്ന ആ കാര്യങ്ങൾ ഞാൻ പിന്തുടരണം, അല്ലേ? അങ്ങനെയല്ലേ ചോദിക്കുന്നത്. നമ്മളെ നാട്ടിലെ കണ്ടിട്ടില്ലേ? ശാസ്ത്രം അതൊന്നും അവരൊരു വിലയെ കൊടുക്കില്ല. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് അന്ന് അവര് ചെയ്തിരുന്നു. എനിക്കത് അത് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ ഇൻഡിപെൻഡന്റ് ആണ് എന്നൊക്കെ പറഞ്ഞു കളയും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാല് കുലധർമ്മം ക്ഷയിച്ചു പോകും, കുലത്തിലെ ധർമ്മം നശിച്ചു പോകും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? കുലധർമ്മം ക്ഷയിച്ചു കഴിഞ്ഞാൽ മഹാ അപരാധമാണ് അവിടെ നടക്കുന്നത്. ഇത് അർജുനൻ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു, അല്ലേ? അപ്പൊ അവിടെ പറയുന്നത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ അടുത്ത തലമുറയ്ക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ അതിന്റെ പ്രധാനപ്പെട്ടത് എന്താണ് ചെയ്യണത്? അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം നമ്മൾ ധർമ്മം ആചരിക്കുക എന്നുള്ളതാണ്. മനസ്സിലാവുമോ? നമ്മൾ ധർമ്മം ആചരിക്കുന്നതാണ് അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. എന്ന് വെച്ചാല് അവർക്കറിയില്ല, അവർ നമ്മളെ കണ്ടാണ് പഠിക്കുന്നത്. അപ്പം അച്ഛനമ്മമാര് ചെയ്തു വരുന്ന കാര്യങ്ങള് അടുത്ത തലമുറയും ഫോളോ ചെയ്യും. ആണോ അല്ലയോ? അത് ഫോളോ ചെയ്ത് അവരുടെ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, അവരത് ഫോളോ ചെയ്തു. പക്ഷെ നമ്മളത് ചെയ്യാതിരുന്നാലോ അടുത്ത തലമുറ എവിടെയോ എത്തും. അങ്ങനെ വരുമ്പോൾ അവരുടെ മനസ്സിൽ ദൈവമില്ല, സോഷ്യലിസം, കമ്മ്യൂണിസം, ഞാനും ദൈവമാണ്, ഇങ്ങനെയുള്ള പല 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 പാഴ്ചെടികളും വളരും. അതായത് ആ തലമുറയ്ക്ക് ശേഷം പിന്നെ അവർ എങ്ങുമേ ഇല്ലാതെയാവും. ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചു പോകാനുള്ള വഴി ഉണ്ടാക്കുകയാണ് ഭഗവാന്റെ അടുത്ത്. അതാണ് എന്നേക്കുമായി ആ ജന്മം തന്നെ വേസ്റ്റ് ആവും. അതിനൊരു ഉദാഹരണം പറയുന്നത്, മഴക്കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ 4 മാസം മഴക്കാലമാണ്, അല്ലേ? ഈ മഴക്കാലത്ത് ഈ ടാറിടാത്ത വഴികൾ നമുക്ക് കണ്ടിട്ടുണ്ടല്ലോ. ആ വഴികളിൽ സിമന്റ് ചെയ്യാത്ത ടാറിടാത്ത വഴികള് മഴക്കാലത്ത് അങ്ങനെ ആരും പോകാറില്ല, കാരണം അവിടെ കുറച്ച് ചെളിയൊക്കെ കാണും. അപ്പൊ ആരും നടക്കാതിരിക്കുമ്പോൾ ഈ വഴികളിലെ പാഴ്ചെടികൾ വളരും. അപ്പൊ പുല്ലൊക്കെ ഇങ്ങനെ പടർന്നു മൂടി അതിലൂടെ അതിൽ ചിലപ്പോൾ തേളും പാമ്പും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ 4 മാസം കഴിഞ്ഞിട്ട് ഒരാൾ അതിലൂടെ നടന്നു പോവാന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അവിടെ ക്ലീൻ ചെയ്യേണ്ടി വരും. തേളിനെയും പാമ്പിനെയും പഴുതാരെയൊക്കെ പേടിക്കേണ്ടി വരും. ഇനി അവര് നടക്കാതിരുന്നാൽ കുറച്ചുനാൾ കഴിഞ്ഞ് അങ്ങനെ ഒരു വഴി ഉണ്ടെന്ന് പോലും ആർക്കും അറിയില്ല. നമ്മുടെ കൊച്ചുനാടിലേക്ക് നമ്മൾ നടന്നു വന്ന പല വഴികളിൽ നിന്ന് അപ്രത്യക്ഷമായത് അങ്ങനെയാണ്, അല്ലേ? നമുക്ക് ഓർമ്മ വരുന്നില്ലേ? എത്രയോ ചെറിയ ചെറിയ വഴികളുണ്ടായിരുന്നു, ഇപ്പൊ അതൊക്കെ പോയി, കാരണം ഇപ്പൊ അതാരും ഉപയോഗിക്കുന്നില്ല. അതുപോലെ ഏത് ഫാമിലിയിലാണോ
ഫാമിലി ട്രഡീഷൻസ്, ആ ശാസ്ത്രവിധി അനുസരിക്കാത്തത്, ശാസ്ത്രം പഠിക്കാത്തത്, ആ ശാസ്ത്ര വഴിയെ നടക്കാത്തത്, ആ വഴിയിൽ ആവശ്യമില്ലാത്ത കളകൾ പൊടിച്ചു വരും. പിന്നെ അത് കഴിഞ്ഞാൽ ആ ശാസ്ത്രവിധി അനുസരിക്കാതിരുന്നു കഴിഞ്ഞാൽ അടുത്ത തലമുറ, അതായത് 4 മാസം കഴിഞ്ഞ് വേറൊരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ അതുവഴി പോകാൻ മടിക്കും. അഥവാ പോയിരുന്നാലും അവിടെ പല ഇത് കാണും. ഏതുപോലെ എത്തീസം, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക, സോഷ്യലിസം, കമ്മ്യൂണിസം, ഇങ്ങനെ പല ഇസങ്ങളും അവിടെ വന്നിരിക്കും. ഇയാൾക്കാരും പറഞ്ഞു കൊടുക്കാനും കാണില്ല. മനസ്സിലായോ? വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അപ്പൊ അതുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് നമ്മൾ ബാങ്ക് ബാലൻസ് അല്ല കൂട്ടിക്കൊടുക്കേണ്ടത്. പകരം എന്താണ്, നമ്മൾ ശാസ്ത്രം പഠിക്കുക, അത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ചാൻസ് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. അപ്പൊ നമുക്ക് അടുത്ത ശ്ലോകം, ഈ പറഞ്ഞതുവരെ ക്ലിയർ ആണല്ലോ? ശരി, 40. അധർമാഭിപവാത് കൃഷ്ണ പ്രദൂഷ്യന്തി കുലസ്ത്രിയഃ സ്ത്രീഷു ദുഷ്ടാഷു വാർഷ്ണേയ ജായതേ വർണ്ണസങ്കരാ. ഇവിടെ ഭഗവാൻ പറയുന്നു, ഇങ്ങനെ അധർമ്മം കൂടുതലാകുന്ന ആ കുടുംബത്തില് സ്ത്രീകൾ ദുഷിക്കും. സ്ത്രീകളും കുട്ടികളും അവിടെ ദുഷിക്കും. സ്ത്രീകളും കുട്ടികളും ദുഷിച്ചു കഴിഞ്ഞാല് അവിടെ അൺവാണ്ടഡ് പോപ്പുലേഷൻ, അതായത് ആർക്കും വേണ്ടാത്ത കുഞ്ഞുങ്ങൾ ജനിക്കും. മനസ്സിലായില്ലേ? സ്ത്രീകൾ ദുഷിച്ചു കഴിഞ്ഞാൽ ആർക്കും വേണ്ടാത്ത കുട്ടികൾ ജനിക്കും. ഇവിടെ എങ്ങനെയാണ് ഈ ആർക്കും വേണ്ടാത്ത കുട്ടികൾ എന്ന് പറയുന്നത്? അതായത് ഒരു മനുഷ്യ ജന്മം എന്ന് പറയുന്നത് 3 പേർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ശ്രദ്ധിച്ച് കേട്ടോണം. കുറച്ച് ഫിലോസഫി ആണെങ്കിലും പറയാം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. മനുഷ്യ ജന്മം എന്ന് പറയുന്നത് 3 പേർക്കാണ് അതിന്റെ സേവനം. ഒന്ന് ആ ജീവാത്മാവിന്, 2 ഭഗവാന്, 3 ആ സൊസൈറ്റി. ഇത് 3നും ഉപകാരപ്പെടുന്നതായിരിക്കണം, ഇത് 3നും ഉള്ള സേവനമായിരിക്കണം ഒരു ജന്മം. മുൻപത്തെ കാലത്തൊക്കെ ഒരു സ്ത്രീ പുരുഷന്മാര്, അതായത് വരനും വധുവും വിവാഹം കഴിക്കുന്നത് ഉന്നതരായ ബ്രാഹ്മണരുടെ മന്ത്രധ്വനിയുടെ അകമ്പടിയോടുകൂടി അഗ്നിയെ സാക്ഷി നിർത്തി കുടുംബത്തിലെ പ്രായമായവരുടെ പിതാമഹന്മാരുടെ അവരുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടിയാണ് ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിയുന്നത്, അല്ലേ? അത് കഴിഞ്ഞിട്ട് അവരുടെ ബോധത്തിൽ വിവാഹം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബി എന്ന് പറഞ്ഞാൽ വിഷ്ണു, ആഹം എന്ന് പറഞ്ഞാൽ വഹിക്കുക, വിഷ്ണുവിനെ വഹിക്കുന്നതായിരിക്കണം വിവാഹം. ഇന്ദ്രിയ സുഖത്തിന് വേണ്ടിയുള്ളതല്ല വിവാഹം. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു ചടങ്ങ്, ഇതൊരു യജ്ഞമാണ്. ഈ യജ്ഞത്തിലൂടെ ആ വധൂവരന്മാര് വിവാഹം കഴിഞ്ഞിട്ട് അവരിൽ ഉണ്ടാകുന്ന കുഞ്ഞിന് ആ കോൺഷ്യസ് ആയി. മനസ്സിലായോ? അതായത് ഏത് ബോധത്തോടെയാണോ ആ പാരൻസ് അല്ലെങ്കിൽ ആ സ്ത്രീയും പുരുഷനും വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നത്, ആ കോൺഷ്യസ് ഉള്ള ജീവാത്മാവിനെ അട്രാക്ട് ചെയ്യും. അതാണ് കുഞ്ഞായിട്ട്. അപ്പൊ നമ്മളുടെ കോൺഷ്യസ് ശുദ്ധമാണെങ്കിൽ, ബ്രാഹ്മണരുടെയും മുതിർന്നവരുടെയും അനുഗ്രഹത്തോടെ ആ ഒരു യജ്ഞത്തിലൂടെ ആണെങ്കിൽ നമ്മുടെ കോൺഷ്യസ് ശുദ്ധമായിരിക്കും. ആ ശുദ്ധമായ ഒരു ആത്മാവിനെ നമുക്ക് അട്രാക്ട് ചെയ്യാം.
അത് നമുക്ക് ഉണ്ടായി. ആ കുഞ്ഞ് സമൂഹത്തിനൊരു പ്ലസ് പോയിന്റ് ആണ്, സമൂഹത്തിനൊരു ഗുണമുണ്ടാവും, ആ ഫാമിലിക്ക് ഗുണമുണ്ടാവും, പ്ലസ് ഭഗവാൻ ഒരു സേവനവുമാണ്. മനസ്സിലായോ? അതായത് ഭഗവത്ഗീതയില് 7-ാം അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അതാണ് പറയുന്നത്. ബലം ബലവതാം ചാഹം കാമരാഗ വിവർജിതം ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി പരദർശനം. ധർമ്മത്തിനനുസരിച്ചിട്ടുള്ള കാമം. അർജുന അത് ഞാനാണ്. കാമരാഗ വിവർജിതം. ധാർമ്മികമായ സ്ത്രീ പുരുഷ ബന്ധവും ഭഗവാൻ പറയുന്നു അത് സേവനമാണ്. എന്തിനാ അത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതാണ് കാരണം. മനസ്സിലായോ? അപ്പോ അടുത്ത തലമുറ എങ്ങനെ ആയിരിക്കണം എന്ന് ചിന്തിച്ച് ചെയ്തു വച്ചിരിക്കുന്നതാണ് ഈ ധാർമ്മിക ഈ വൈദിക ഗ്രന്ഥങ്ങൾ. അടുത്ത തലമുറ എങ്ങനെ ആവണം എന്ന് ഇപ്പോഴാണ് തീരുമാനിക്കുന്നത്. അത് പറയില്ലേ, അവനൊന്നും. ഒരാൾ ഇന്നാൾ എന്നോട് പറയുന്നത് കേട്ടതാണ്. പ്രഭു എന്നും പറഞ്ഞു, അദ്ദേഹത്തിന് അറിയത്തൂല്ല എന്നെ. ഒരു വയസ്സായ അമ്മ, 4 ആൺകുട്ടികളുണ്ട്, ഒരാള് ജയിലില്, ഒരുത്തന് കഞ്ചാവ് കച്ചവടം, ഒരുത്തൻ ആത്മഹത്യ ചെയ്തു, ഒരുത്തൻ ഇങ്ങനെ കടത്തിണ്ണയിലൊക്കെ ഇങ്ങനെ ജീവിക്കുന്നു. ഒരമ്മ എന്നോട് പറഞ്ഞതാ. തെറ്റ് എവിടുന്നറിയോ? തുടക്കത്തിലാണ്. അല്ലേ? അന്ന് ഈ അച്ഛനമ്മമാര് ശാസ്ത്രത്തിനനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ, ശാസ്ത്രം പഠിച്ചിരുന്നെങ്കിൽ ആ കുട്ടികൾ അത് ഫോളോ ചെയ്തനെ. അപ്പൊ കുഞ്ഞുങ്ങൾ തെറ്റിയാൽ ആരെ കുറ്റം പറയണം? അച്ഛനമ്മമാരുടെ തന്നെയാണ് തെറ്റ്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങള് സമൂഹത്തിനൊരു ദോഷം തന്നെയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പറയുന്നു, അപ്പൊ സ്ത്രീകൾ ദുഷിക്കാതിരിക്കണമെങ്കിൽ ഇതുകൊണ്ടാണ് ചാണക്യൻ പറഞ്ഞത്, പിതാ രക്ഷിത് കൗമാരെ പത്രോ രക്ഷിത് യൗവനെ പുത്രോ രക്ഷിത് വാർദ്ധക്യെ സ്ത്രീ സ്വാതന്ത്ര്യം അർഹത. ഇത് കേട്ടിട്ട് നമ്മുടെ നാട്ടിലെ ആളുകൾ പറഞ്ഞു, സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുന്നതാണ്, അല്ലെങ്കിൽ സ്ത്രീയെ ബന്ധനത്തിൽ വയ്ക്കുന്നതാണ് വൈദിക സാഹിത്യം. അങ്ങനെയല്ല. സ്ത്രീകളാണ് അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നത്, അമ്മമാരാണ്. അപ്പോ അത്രയും പ്യൂരിറ്റി ഉള്ളതാണ് അവരുടെ ജന്മം. അവര് വെറുതെ ഇപ്പോ നമ്മളെ കയ്യിൽ ഒരു ഇതുണ്ട്, എന്താണ്, ഒരു വിലപിടിപ്പുള്ള ഒരു വജ്രമുണ്ട്, അത് നമ്മൾ മുറ്റത്തിട്ടയ്ക്കോ? ഇല്ല. നമ്മൾ അതിനെ അത്രയും വിലപിടിപ്പുള്ളതുകൊണ്ട് നമ്മൾ അത്രയും സൂക്ഷിച്ച് സേഫ് ആയിട്ട് വെക്കും, അല്ലേ? കാരണം അതിന് അത്രയും വിലയാണ്. ഒരു ഇരുമ്പിന്റെ ഒരു കഷ്ണമാണെങ്കിൽ നമ്മൾ വെളിയിലിട്ടേക്കും, അതിന് തുരുമ്പെടുത്താലും കുഴപ്പമില്ല, കാരണം നമുക്ക് നഷ്ടമില്ല. പക്ഷെ ഇതിന് വാല്യൂ കൂടുതലാണ്, അല്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മൾ അതുപോലെ ആ കുടുംബത്തിന്റെ അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നത് ഈ സ്ത്രീകളാണ്. ആ പെൺകുട്ടിയെ കൗമാരത്തിൽ അച്ഛനമ്മമാർ അത്രയും സൂക്ഷിച്ച് വളർത്തണം. കാരണം അത് ഡീവിയേഷൻ ആയിക്കഴിഞ്ഞാൽ അടുത്ത തലമുറയെ പോയി. മനസ്സിലായോ? യൗവനത്തിൽ ഭർത്താവിന്റെ സംരക്ഷണയിലായിരിക്കും എന്ന് വെച്ച് വീട്ടിൽ നിന്ന് വെളിയിലിറക്കരുതെന്നല്ല, ധാർമ്മികമായി അവർക്ക് മുന്നോട്ട് പോകാനുള്ള പ്രേരണ കൊടുക്കണം. ശാസ്ത്രം പഠിക്കണം അവര്. കുലധർമ്മങ്ങൾ പാലിക്കണം. അതാണ് ഭഗവാൻ പറഞ്ഞത്. ഇതിലിങ്ങനെ പോകും. കാരണം അവർ പെട്ടെന്ന് അവരെ ദുഷിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോ പിതാ രക്ഷിത് കൗമാരെ പുത്രോ രക്ഷിത് യൗവനത്തിൽ പത്രോ രക്ഷിത് യൗവനത്തിൽ ഭർത്താവിന്റെ അണ്ടയിലാണ്. അപ്പൊ ഭർത്താവ് സംരക്ഷിച്ചുകൊണ്ട് പോകും. ആ സ്ത്രീയിൽ നിന്ന്, ആ ചാരിറ്റിയുള്ള സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞ് വയസ്സായ കാലത്ത് എന്ത് ചെയ്യും? പുത്രോ രക്ഷിത വാർദ്ധക്യത്തിൽ ആ മകൻ നോക്കും. കാരണം ആ കുഞ്ഞിനും ആ ഒരു സ്വഭാവം ഉണ്ടാകും.
ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യമാർക്കടി. സ്ത്രീക്ക് ഞാൻ ഫ്രീ ആണ്, ഞാൻ ഇൻഡിപെൻഡന്റ് ആണ്, ഞാൻ ആരെയും ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും എന്ന് ഒരു സ്ത്രീയും ഒരു കുട്ടികളും പറയാൻ പാടില്ല. മനസ്സിലായോ? ആ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് അടുത്ത തലമുറയെ കുഴിയിൽ തള്ളുന്നതിന് സമാനമാണ്. പറയുന്നത് മനസ്സിലായോ? ഒരിക്കൽ പ്രഭുപാദരോട് ചോദിച്ചു, ഒരു അമേരിക്കയിലാണെന്ന് തോന്നുന്നു, ഒരു പത്രപ്രവർത്തകൻ പ്രഭുപാദരോട് ചോദിച്ചു, പ്രഭുപാദ്, വൈ കൃഷ്ണ ഇൻകാർണേറ്റ് ഇൻ ഇന്ത്യ ഓൺലി? ഭഗവാൻ കൃഷ്ണൻ എല്ലാ പ്രാവശ്യവും എത്രയോ അവതാരങ്ങൾ എടുത്തു, എല്ലാം ഇന്ത്യയിലാണല്ലോ എടുത്തത്. വൈ നോട്ട് ഇൻ അമേരിക്ക? അമേരിക്കയിൽ എന്തുകൊണ്ട് വന്നില്ല? അപ്പോഴേ പ്രഭുപാദർ പറഞ്ഞു, ബ്രിങ് ദാറ്റ് മച്ച് ഓഫ് പ്യൂരിഫൈഡ് ഹ്യൂമൺ. നീ അത്രയും പ്യൂരിറ്റി ഉള്ള പാരന്റ്സിനെ കൊണ്ടുപോവാ, അച്ഛനമ്മമാരെ കൊണ്ടുപോവാ, ഭഗവാൻ ജനിക്കും. പക്ഷെ ഭഗവാൻ ജനിക്കണമെങ്കിൽ അത്രയും പ്യൂരിറ്റി വേണം. നമുക്ക് ഭാഗവതം വായിക്കുമ്പോൾ എത്രയോ കഠിന തപസ്സുകൾ ചെയ്തിട്ടാണ് ദേവകി, എത്രയോ കഠിന തപസ്സുകൾ ചെയ്തിട്ടാണ് ഭഗവാൻ ജനിച്ചത്. പ്യൂരിറ്റി ഏത് സ്ത്രീക്കാണോ ഏത് കുലത്തിലാണോ പ്യൂരിറ്റി ഉള്ളത് അവിടെ മാത്രമേ സത്സന്താനങ്ങൾ ജനിക്കുകയുള്ളൂ. ഇത് അടിയിൽ വരെയുള്ളൂ. ഇത് നമ്മുടെ ശാസ്ത്രം പറഞ്ഞു തരുന്നു. ഇതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ, ഞാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഞാൻ പറഞ്ഞു ഭഗവത്ഗീത കാര്യം യുദ്ധമുന്നണിയിലാണ് പറയുന്നതെങ്കിലും യുദ്ധത്തിനെ കുറിച്ചല്ല, മറിച്ച് ജീവിതത്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? അതേ മറന്നോ? അത് കാരണം ഭഗവത്ഗീത ജീവിതത്തിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ഓരോ ഭഗവത്ഗീതയിലെ ഓരോന്നും നമുക്ക് സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ഒരു മനുഷ്യജന്മം മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ അവൻ ഭഗവാന്റെ പാദത്തിലെത്തണം കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ആ ധാർമ്മിക അത്രയും ഉയർന്ന ഒരു ഗ്രന്ഥമാണ്. ഇത് സാധാരണ ഗ്രന്ഥമല്ല, ഇത് തന്നെയാണ് ജീവിതം. അതുകൊണ്ടാണ് അന്നും ഞാൻ പറഞ്ഞത് കുഞ്ഞുനാളിലെ കുട്ടികളെ ഇത് പഠിപ്പിക്കണം. പകരം വയസ്സായിട്ടല്ല, പഠിക്കണ്ടെന്നല്ല, വയസ്സായവർ പഠിക്കണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ നമുക്ക് സമൂഹത്തിനും അടുത്ത തലമുറയ്ക്ക് നന്മ വരണമെന്നുണ്ടെങ്കിൽ ഭഗവത്ഗീത കുഞ്ഞുങ്ങളിലെ പഠിപ്പിക്കും, കുഞ്ഞുനാളിലെ അവർക്ക് മനസ്സിലാവും. ഭഗവത്ഗീത മാത്രമല്ല, ധാർമ്മികമായി കുട്ടികളെ വളർത്തണം, അവര് ഹരിനാമം ജപിക്കണം, ഭഗവാന്റെ ഭക്തരാവണം. എങ്കിൽ മാത്രമേ, ഞാൻ 3 കാര്യം പറഞ്ഞു. ഒന്ന്, അത് ഭഗവാനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു സേവനമാണ്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞത് കാമരാഗ വിവർജിതം ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി പരദർശഭ എന്ന് ഭഗവാൻ പറഞ്ഞു. പിന്നെ സമൂഹത്തിനോടും ആ ഫാമിലിയോടും, പിന്നെ ആ ഒരു ജീവാത്മാവിനെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ ഒരു ജീവാത്മാവ് എവിടെയോ അലഞ്ഞു. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ പ്രഭു? അപ്പോഴ് എന്താ പറഞ്ഞത് മറന്നു. എവിടെ 84 ദശലക്ഷം ജീവിവർഗങ്ങളിൽ പെട്ട് ഉഴലുന്ന ഒരു ജീവാത്മാവ്. ആ ജീവാത്മാവിന് നമ്മൾ ഭഗവാന്റെ അടുത്തെത്താൻ ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അല്ലേ? ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ആ ജീവാത്മാവിനെ അടുത്ത് ഭഗവാനിലോട്ട് എത്തിക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കുന്നു. അങ്ങനെ ഉള്ള ഒരു ജീവാത്മാവ് ജനിക്കുന്നത് ഇങ്ങനെ അൺവാണ്ടഡ് ആയിട്ടാണെങ്കിലോ ധാർമ്മികമായിട്ടല്ലെങ്കിലോ അവൻ സമൂഹത്തിൽ നാശം തന്നെ ഉണ്ടാകും. ഇതാണ് ഈ 40ാമത്തെ ശ്ലോകത്തിന്റെ. ഇനി 41 കൂടെ നോക്കാമോ? ടൈം ആയോ? ഉണ്ടോ? ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം. സമയമുണ്ട്, 2 ശ്ലോകം കൂടെ നോക്കാം. നിങ്ങൾ ഭഗവത്ഗീത ഉണ്ടെങ്കിൽ, കയ്യിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോടൊപ്പം ഏറ്റു പറയണം.
സങ്കരോ നരകായൈവ സങ്കരോ നരകായേവ കുലജ്ഞാനാം കുലസ്യ ച കുലജ്ഞാനാം കുലസ്യ ച വദന്തി പിതരോ ഹേഷാം വദന്തി പിതരോ യേഷാം ലുപ്തപിണ്ഡോദകക്രിയഃ ലുപ്തപിണ്ഡോദരക്രിയഃ സങ്കരോ നരകായൈവ സങ്കരോ നരകായേവ കുലജ്ഞാനാം കുലസ്യ ച കുലജ്ഞാനാം കുലസ്യ വദന്തി പിതരോ ഹേഷാം വദന്തി പിതരോ യേഷാം ലുപ്തപിണ്ഡോദകക്രിയഃ. ലുപ്തപിണ്ഡോദരക്രിയഃ 42 കൂടെ നോക്കാം. ദോഷൈരേതൈ കുലജ്ഞാനാം ദോഷൈരേതേ കുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈ വർണ്ണസങ്കരകാരകൈ ഉത്സാദ്യജേ ജാതിധർമ്മ ഉത്സാഹേ ജാതിധർമ്മ കുലധർമാശ്ച ശാശ്വത. കുലധർമാശ്ച ശാശ്വതാ 41 വിവർത്തനം. ആവശ്യമില്ലാത്ത ജനവർദ്ധനയുണ്ടായാൽ കുടുംബങ്ങൾക്കും കുലപാരമ്പര്യങ്ങൾ കളഞ്ഞു കുടിക്കുന്നവർക്കും ജീവിതം നരകതുല്യമാകുന്നു. അധപ്പതിച്ച കുടുംബത്തിലെ പിതൃക്കൾ കാലന്തോറും പിണ്ടമോ ഉദകക്രിയയോ കിട്ടാതെ അധപ്പതിക്കും. അടുത്തത്, കുടുംബ പാരമ്പര്യം നശിപ്പിക്കുന്നവരുടെ ദുഷ്കർമ്മങ്ങളാൽ ആർക്കും വേണ്ടാത്ത ശിശുക്കൾ ഉണ്ടാകുന്നു. തന്മൂലം എല്ലാ തരത്തിലുള്ള സാമൂഹ്യ പുരോഗമന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും പാടെ നശിച്ചു പോകും. അപ്പൊ ഇങ്ങനെയുള്ള, അതായത് വർണ്ണസങ്കരമായിട്ടുള്ള കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാല് പിതൃക്കൾക്കും അത് ദോഷമാണ്. കാരണം ഈ കുഞ്ഞിൽ നിന്ന് അച്ഛനമ്മമാർക്കേ നീതി കിട്ടുന്നില്ല, പിന്നെ പിതൃക്കൾക്ക് കിട്ടും. നമ്മുടെ പിതൃക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയുടെ ഒരു ഭാഗം തന്നെയാണ്. നമ്മുടെ ശാസ്ത്രം നോക്കിക്കോളൂ, എത്രമാത്രം ഉയർന്ന തലത്തിലാണ് ചിന്തിക്കുന്നത്. അവര് ശരീരം ഉപേക്ഷിച്ചിട്ട് പോയെങ്കിലും അവർ ഇപ്പോഴും നമ്മുടെ ഫാമിലിയുടെ ഒരു ഭാഗമാണ്. അവർ അവരുടെ ഏതോ ജന്മത്തെ കർമ്മം കൊണ്ട് ചിലപ്പം ദുഃഖിതരായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത ശരീരം കിട്ടാതെ അലയുന്നവരായിരിക്കാം ശരീരത്തിന് വേണ്ടി. അപ്പൊ അവർക്ക് വിഷ്ണു പ്രസാദമായിട്ട് നമ്മൾ പിണ്ടോദക ക്രിയകൾ ചെയ്യണം. അത് ഒരു ഗ്രഹസ്ഥന്റെ ധർമ്മമാണ്. ഒരു ഗ്രഹസ്ഥൻ അത് ചെയ്തിരിക്കണം. കാരണം അവർ വിശന്നിരിക്കുമ്പോൾ നമ്മൾ കഴിക്കാൻ ശരിയല്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് പിതൃദോഷമുണ്ടാകും, അവർ ശപിക്കും. അങ്ങനെ ഏത് കുടുംബത്തിനാണോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ നമ്മുടെ ജോത്സ്യന്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാലേ അവര് നോക്കിയിട്ട് പറയും കുടുംബത്തിൽ പിതൃദോഷമുണ്ട് എന്നൊക്കെ പറയും. നിങ്ങൾ ആ പൂജ ചെയ്യണം, ഈ പൂജ ചെയ്യണം, പിതൃക്കൾക്ക് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യണം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതിന്റെ കാരണം ഇതാണ്. അതായത് നമ്മൾ പിതൃക്കൾക്ക് ശ്രാദ്ധം ചെയ്യണം. ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ കൃഷ്ണപ്രസാദമാക്കിയിട്ട് ഭഗവത് നാമം ജപിച്ചുകൊണ്ട് ഭഗവൻ ഭക്തന്മാർക്ക് ഇത് ചെയ്യണ്ട. പക്ഷേ നമ്മൾ ഭഗവത് ഭക്തർ അത്രയും ഉയർന്ന ഭക്തരാണോ? അല്ല. നമ്മളുടെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ചെയ്യുന്നതാണ് ഉചിതം. ഞാൻ ചെയ്യാറുണ്ട്. കൃത്യമായിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ പിതൃക്കൾ സന്തോഷം. ആ സമയത്ത് രാവിലെ ഉണർന്ന് നമ്മൾ പിതൃക്കൾക്ക് പിണ്ടോദവും ഉദകവും എന്ന് പറഞ്ഞാൽ ജലവും പിണ്ടവും ഉദകവും നൽകുന്നതിലൂടെ വിഷ്ണു പ്രസാദമായിട്ട് നൽകുന്നത് അവർക്ക് അത് ക്ഷേമം ഉണ്ടാകും. ഇത് അർജുനൻ പറയുന്നു, കൃഷ്ണ, ഈ യുദ്ധത്തിൽ ഇത്രയും ജനങ്ങൾ മരിച്ചു കഴിഞ്ഞാല് ആവശ്യമില്ലാത്ത സന്തതികൾ ഉണ്ടാവും. അവരിൽ നിന്ന് പിതൃക്കൾക്കും ഗുണം കിട്ടില്ല, സമൂഹത്തിനില്ല, അച്ഛനമ്മമാർക്കില്ല, കുടുംബത്തിനില്ല, പിതൃക്കൾക്കുമില്ല. അങ്ങനെ വരുമ്പോൾ പാപമല്ലാതെ മറ്റൊന്നും അവിടെ ഉണ്ടാകുന്നതേയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാല് ആ സമൂഹത്തിന് എന്ത് മുന്നോട്ട് പോകാൻ സാധിക്കും? എന്ത് പ്രോഗ്രസ് ഉണ്ടാകും? അവർ അങ്ങനെയുള്ള കുട്ടികൾ ജാതിധർമ്മവും കുലധർമ്മവും ശാശ്വതമായിട്ട് അവർക്ക് നഷ്ടപ്പെട്ടു. ആ ധർമ്മം അങ്ങനെയുള്ള അധർമ്മികൾ വാഴുന്ന ഒരു സ്ഥലമായിട്ട് ഈ രാജ്യം തന്നെ മാറും. അതുകൊണ്ട് കൃഷ്ണ, ഞാൻ ചെയ്യുന്നില്ല. അപ്പോ അർജുനൻ എത്രമാത്രം ഉയർന്നാ ചിന്തിച്ചിരിക്കുന്നതല്ലേ. ഇനി ഇത് ശരിയോ തെറ്റോ എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. കാരണം അതും കൂടെ ആവുമ്പോഴേ ഏകദേശം ഈ ചാപ്റ്റർ പൂർത്തിയാവും.
ഈ ചാപ്റ്ററിന്റെ അവസാനമായി കഴിഞ്ഞു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്റർ പൂർത്തിയാവും. നമുക്ക് ഇന്ന് ഇതുവരെ പറഞ്ഞത് അർജുനൻ യുദ്ധം ചെയ്യാതിരിക്കാൻ പറഞ്ഞ 4 കാരണങ്ങളും ആ കാരണങ്ങളുടെ വെയിറ്റുമാണ്. എന്തൊക്കെയാണ്, എത്രമാത്രം ആഴത്തിലാണ് അർജുനൻ ചിന്തിച്ച് നടത്തിയതെന്ന് ഈ സംസാരിച്ചത്. അപ്പൊ നമുക്കിവിടെ നിർത്താം. ഇതില് ഇന്ന് സംസാരിച്ചതിൽ ഇന്ന് നമ്മൾ ഒരു 4 ശ്ലോകം എടുത്തു. ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും ചോദ്യമോ സംശയമോ ഉണ്ടെങ്കിൽ ചോദിക്കുക. ആർക്കും ചോദ്യമൊന്നുമില്ലല്ലോ, സംശയങ്ങളൊന്നുമില്ല. അപ്പൊ നമുക്കിവിടെ നിർത്താം. പല ആവശ്യങ്ങളും മാറ്റിവെച്ചിട്ടാണ് നിങ്ങൾ എല്ലാവരും ക്ലാസ്സിന് വന്നിരിക്കുന്നത്. പല ആവശ്യങ്ങളുണ്ടാവും, പലതും ഉണ്ടാവും വീട്ടിലും കാര്യം. എന്നാലും അതെല്ലാം മാറ്റിവെച്ചിട്ട് നിങ്ങൾ എല്ലാവരും വന്നിരിക്കുകയാണ് ക്ലാസ്സിന്. നിങ്ങളുടെ എല്ലാവർക്കും നന്ദിയുണ്ട്. എല്ലാ ക്ലാസ്സിലും വരിക. ഇന്ന് ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത് കഴിയുമെങ്കിൽ ആ ശ്ലോകവും വായിച്ചിട്ട് എന്താണോ ബോധത്തിലുള്ളത് അത് എവിടെയെങ്കിലും എഴുതി വയ്ക്കുക. കാരണം നമ്മൾ പറഞ്ഞു പോകുന്നത് മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഇതാരും പറഞ്ഞു തരില്ല, പിന്നെ നമ്മൾ പുറകോട്ട് വരില്ലല്ലോ. അതുകൊണ്ട് കഴിയുന്നതും ചെറുതായിട്ട് ഒരു നോട്ട് ബുക്കിൽ ആ ശ്ലോകത്തിന്റെ നമ്പർ എഴുതിയിട്ട്, ശ്ലോകം തന്നെ എഴുതണമെന്നില്ല, ശ്ലോകത്തിന്റെ നമ്പർ എഴുതിയിട്ട് അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതാണ് എന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോ നമുക്ക് നിർത്താം. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യൈവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവബന്ധു ശ്രീല പ്രഭുപാദി ശ്രീല ഗുരുദേവ് ഭഗവത്ഗീത. हरे कृष्ण प्रभु, दंडवत प्रणाम. പോയി. എന്തെങ്കിലും ഉണ്ടോ പ്രഭു ചോദിക്കാന്? പ്രഭു വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഹരേ കൃഷ്ണ. ആരാ പ്രഭു സംസാരിക്കുന്നേ? ഞാൻ രാധാ ദാമോദർ പ്രഭുവാണ്. ഹരേ കൃഷ്ണ പ്രഭു, ദണ്ഡവത് പ്രണാം. വളരെ നല്ല ലെക്ചറാണ് പ്രഭു. ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാല്, മഹാരാജ് എപ്പോഴും പറയാറുള്ളത് ഒരു ക്ലാസ് ഓൺലൈനിൽ എടുക്കാന്ന് വെച്ചാൽ അത് വളരെ നല്ലൊരു കാര്യം. നിങ്ങളെല്ലാം ഫാമിലി മുന്നിൽ ഇരുന്നിട്ട് ക്ലാസ് എടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങളെ മക്കള്, ഐ തിങ്ക് യുവർ ഡോട്ടർ, യുവർ വൈഫ് ഈസ് ഓൾ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു ആൻഡ് യു ആർ ഗിവിംഗ് ദ ക്ലാസ്. ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് ഇതെല്ലാം മഹാരാജിന് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇതെല്ലാം ഇങ്ങനെ ചെയ്യണം. നമ്മൾ ഫാമിലിയുടെ കൂടെ ഏതെങ്കിലും ഒരു സമയം നമ്മളെല്ലാം കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ക്ലാസ് ഇപ്പൊ ഞാൻ എൻ്റെ വൈഫും ഇരുന്ന് സംസാരിക്കുന്നത് ഇറ്റ് ഇസ് വെരി നൈസ് വേ ഇഫ് വാട്ട് എവർ. പിന്നെ അതേമാതിരി പ്രഭു പറഞ്ഞു, പിള്ളേര് നമ്മൾ എല്ലാം ഒരേ കാര്യങ്ങൾ പഠിപ്പിച്ചല്ല, പിത്രകളെ പറ്റി ഇതെല്ലാം ചെയ്യാൻ വേണ്ടി അവർക്ക് എങ്ങനെ അറിയാം പ്രഭു? ഇതെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇന്നത്തെ ജനറേഷൻ എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാരാജ് പറഞ്ഞുകൊണ്ട് മനസ്സിലാവില്ല, നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. വി ഹാവ് ടു. ഞാൻ മഹാരാജിന്റെ അടുത്ത് പോയിട്ട് എന്റെ പയ്യനെ പറ്റി കംപ്ലൈന്റ് ചെയ്യും അബുദാബിയിലെ മഹാരാജ് വരുമ്പോ. അപ്പൊ മഹാരാജ് എന്റെ അടുത്ത് പറയാറ് എന്താണെന്ന് വെച്ചാല്, you don't go to correct him, you do the correct way. He will look at you and he will follow the path. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള വേ ആണ്. അപ്പൊ നമ്മളെ മക്കളുടെ അടുത്തൊന്നും ഞാൻ എന്റെ മക്കളുടെ അടുത്ത് ആർത്തി ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അവര് ഇപ്പൊ വലുതായപ്പോ അവര് സ്വയമായിട്ട് നമ്മൾ ചെയ്തത് കണ്ടിട്ട് ഇപ്പൊ അവര് സ്വയമായിട്ട് ചെയ്യാണ്.
ഇതാണ് മഹാരാജിന്റെ വേ. That is the way of Maharaj, you know. So that is beautiful. Now what you have done is I really liked it. Thank you very much. All wonderfully spoken by you. Thank you. Hare Krishna. Thank you Prabhu. Hare Krishna. മറ്റാർക്കെങ്കിലും പ്രഭു എന്തെങ്കിലും കമന്റ്സ്? നമുക്ക് നിർത്താമോ? മണി 7:30. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നമുക്ക് നിർത്താം.